വിദ്യേ, എടി വിദ്യേ. എന്താ അമ്മേ? തരം കിട്ടിയാ പെണ്ണ് കിട്ടുകാര് പറ്റിക്കും. മാറ്റൊഴിച്ച് നോക്കിയാ മാത്രം പോരാ, തൂക്കവും നോക്കണം. എടി, നിന്റെ കഴുത്തിലേം കാതിലേക്ക് ഇങ്ങോട്ട് ഊരി വെച്ചേ. അത് സ്വർണ്ണമാണോ മുക്കുകൊണ്ടമാണോ നോക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? അഴിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? മാറ്റി ഇച്ചിരി കുറവാ. ഇപ്പൊ നല്ല സ്വർണ്ണമൊക്കെ എവിടെ കിട്ടാനാ? കാശ് കൊടുത്താൽ നല്ല ഒന്നാന്തരം സ്വർണം കിട്ടും. വില കുറച്ച് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാ മാറ്റി കുറയുന്നത്. ആ കമ്പനിയോട്ട് ഒരിക്കൽ നോക്കട്ടെ. അയ്യോ, ഇപ്പൊ കരയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ വല്ലതും പറഞ്ഞു? എല്ലാം കൂടി 76.5 ഗ്രാമുണ്ട്. 10 പവന് 3.5 ഗ്രാം കുറയും. 3.5 ഗ്രാം കുറവോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നി പറഞ്ഞത്രയും സ്വർണ്ണമില്ലെന്ന്. ഇപ്പൊ തൂക്ക് നോക്കിയത് കൊണ്ട് കാര്യം പിടികിട്ടി. എന്നാലും ഇങ്ങനെ പറ്റിക്കുന്ന കൂട്ടരുണ്ടല്ലോ. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എന്നാ തൂക്കം കാണണ്ടേ? പണിക്കുറവായിരിക്കും. 3.5 ഗ്രാം പണിക്കുറവോ? എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. 10 പവനുള്ള രൂപ മുഴുവൻ എണ്ണി കൊടുത്തിട്ട് സ്വർണ്ണം എടുത്തത്. അയ്യടാ, എന്നാ ഞാൻ കുറച്ചതായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വരണം കേട്ടോ. അയ്യടാ, അച്ഛൻ ഇങ്ങോട്ട് എണ്ണി കൊണത്തന്ന്. എന്താ കൊണത്തന്നാ? അയ്യോ, എന്നാലും കൊറേ ഭയങ്കരം തന്നെ. എല്ലായിടത്തും കൂടെ നിറച്ചിടാനായിട്ട് ആകെ കൊടുത്തത് 10 പവന്. അത് ഈ 3.5 ഗ്രാം കുറവ്. അവന് ബന്ധം പിടിക്കാൻ കണ്ട ഒരു വീടേ. വിദ്യേ, അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. അതിനു മുൻപേ നിനക്ക് അമ്മയെ വേണ്ടതായോ? അയ്യോ, അതുകൊണ്ടല്ലമ്മേ. ഇന്നെന്താ ആഫീസിൽ നിന്ന് നേരത്തെ പോകുന്നത്? ഓ, ഭാര്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ, കൂട്ടിരിക്കാൻ പോകുന്നതായിരിക്കും. എന്നെയും വിദ്യയും ഓഫീസിലെ സേവിച്ചൻ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടമ്മേ. ഡിന്നറിനും കിന്നറിനും ഒക്കെ പോകുന്നതിന് മുൻപേ ആ സ്വർണത്തിന്റെ കാര്യം അവളോടൊന്ന് ചോദിച്ചേ. ഏത് സ്വർണത്തിന്റെ കാര്യം? നിന്റെ ഭാര്യക്ക് സ്ത്രീധനം കിട്ടിയതേ 3.5 ഗ്രാം കുറവാ. അമ്മ അത് തൂക്കിച്ചു നോക്കിയോ? നോക്കിയിട്ടാ പറഞ്ഞത്. എന്നാലും ആ കുറുപ്പ് നമ്മളെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ. നീ വേഗം നിന്ന കുറുപ്പിനോട് ബാക്കി സ്വർണം തരാൻ പറ. താമസാലേ പെണ്ണിന്റെ കാതിലും കഴുത്തിലും കിടന്ന് തേഞ്ഞതാണെന്ന് അവര് പറയും. 3.5 ഗ്രാം സ്വർണത്തിന്റെ കാര്യമല്ലേ അമ്മേ? അതിനിങ്ങനെ കിടന്ന് ബഹളം വെച്ചാലോ? കഷ്ടം തന്നെ. ഇത്ര നേരമായിട്ടും തീർന്നില്ലേ പാത്രം കഴുകല്? കുറച്ചുകൂടി ഉണ്ടമ്മേ. അല്ല, നിന്റെ ഈ ഒരിക്കലും പിടിക്കലും ഒക്കെ കണ്ടാലേ ഇവിടെ ഉള്ളവർക്ക് ഒരു വൃത്തിയും വെടിപ്പും ഒന്നുമില്ലെന്ന് തോന്നുമല്ലോ. ദേ, കറണ്ട് ബില്ല് കിട്ടുന്നത് ഞാനാ. പെറുക്കി വെച്ചേ മതി. എന്ത് പറ്റി? ഇന്നൽപ്പം ഗൗരവത്തിലാണല്ലോ. അമ്മയ്ക്ക് എന്താ എന്നോട് മുൻവൈരാഗ്യം വല്ലതുണ്ടോ? എല്ലാ ജോലിയും ഞാൻ ചെയ്യണം. ആരും ഒരു കൈ സഹായിക്കില്ല. എപ്പോ നോക്കിയാലും എന്നെ എന്റെ വീട്ടുകാരെ ഓരോ കുത്തുവാക്ക് പറച്ചില്. തൊട്ടാനും പിടിച്ചാനും ഒക്കെ കുറ്റമാ. ഈ 55-ാം വയസ്സിൽ അമ്മയുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാളും എളുപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാ. മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് എന്നോടാ. മൂത്ത മകനായതുകൊണ്ടാവാം. എതിർത്തൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ അമ്മ സഹിക്കില്ല. ഞാൻ വലിയൊരു തുക സ്ത്രീധനം വാങ്ങിച്ച് കെട്ടണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. തന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടില്ലെന്ന് ഞാൻ വാശി പിടിച്ചു. അമ്മ ഒരുപാട് എതിർത്തെങ്കിലും അവസാനം എന്റെ ആഗ്രഹം പോലെ നടന്നു. ഞാൻ ഒരുപാട് വഴിപാട് നേർന്നത് കൊണ്ടാ തന്നെ എനിക്ക് കിട്ടിയത്. അതെന്റെ ഒരു ഭാഗ്യല്ലേ? അമ്മ എന്ത് പറഞ്ഞാലും താൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്ക്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും താൻ എന്നോട് പറയാ. തന്റെ ദേഷ്യമെല്ലാം എന്നോട് കാണിച്ചാൽ മതി.
തനിക്ക് ഞാനുണ്ടോ? വിദ്യേ, ആ പുഴയിലെങ്ങാനും കൊണ്ടുപോയി കഴുക്. അതല്ലേ സൗകര്യം. പുഴയിൽ എങ്ങനെയമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്? എനിക്ക് ശീലമില്ല. ആ, ഇങ്ങനല്ലേ ശീലിക്കുന്നത്. ചേട്ടത്തി, പ്രസന്നം വരുന്നുണ്ടോ? ഞാനും വന്നേനെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ആ, നാർന്ന തുണിയൊക്കെ മുഖത്തിട്ട് തൂക്കാതെ എടുത്തോണ്ട് പോ. എടാ പ്രദീപേ, നിങ്ങളുടേത് വലുത് അലക്കാനുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടാ. ഇത്രേ ഉള്ളോ? ആ ഷഡ്ഡിയും കൂടെ എടുത്തിട്ട് കൊടുക്ക്. എന്താ പറഞ്ഞേ? അല്ല, ഭർത്താവിന്റെയും അനുജന്മാരുടെയും ബാക്കിയുള്ളവരുടെ അടിവസ്ത്രങ്ങൾ ഒരു അലക്കി കൊടുക്കേണ്ടത് ചേട്ടത്തിയുടെ കടമയല്ലേ? അഭിപ്രായം പറയാൻ നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. ഓ, ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വിദ്യേ, ഞാനും കൂടി വരാം. അയ്യണ, പെണ്ണുങ്ങള് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ പോകുന്നിടത്ത് പുറകെ പോകാൻ നിനക്ക് നാണമില്ലയോടാ? വനജയെ കാണാതായപ്പോ ഞാൻ കോളേജിലേക്ക് വരാൻ തുടങ്ങിയതാ. ഓ, ഓരോന്നിനെയും കണ്ണുവെട്ടിച്ച് ഇവിടെ എത്തിപ്പെടാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നോ. ആ, വാ നടക്കാം. ആ ഷീന തോമസ് എന്നോട് ഓട്ടോ കയറി ഇറക്കി വിടാൻ വിട്ട പാട്. നമുക്ക് നമ്മുടെ സ്ഥിരം ഐസ്ക്രീം ബാറിലേക്ക് പോയാലോ? എനിക്ക് പേടിയാ. ആരാ അത്? എന്റെ ഫ്രണ്ടാ. വാ കയറ്. തറയ്ക്ക് നോകത്തൊന്നുമില്ല, അങ്ങോട്ട് അമർത്തി തേച്ച് കഴിയടി. നിന്റെ ദേഹത്ത് മുഴുവൻ ചളിയാണല്ലോ. നീ എന്താ കണ്ട കളിക്കാൻ പോയോ? ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കായിരുന്നു. അച്ഛനാകെ ക്ഷീണിച്ചു പോയല്ലോ. എന്താ ഒറ്റയ്ക്ക് പോകുന്നത്? നിന്നൊന്ന് കാണാൻ. അച്ഛൻ അങ്ങോട്ടിരിക്കും, ഞാൻ കൈയും കാലൊക്കെ ഒന്ന് കഴിയിട്ട് വരാം. നിനക്കിതൊന്ന് തീർത്തിട്ട് പോയാ പറയാറുന്നോടി. അച്ഛനെന്താ ദുബായിന്നാ വരുന്നേ? അതെങ്ങനെയാ? മേലെനിങ്ങി വല്ല ജോലിയും ചെയ്ത് ശീലം ഉണ്ടായിട്ട് വേണ്ടേ? കച്ചിത്തിരുമ്പെ പിടിച്ച് കയറിയാലും മാളിയപ്പുറത്തിരിക്കാനാണല്ലോ മോഹം. മഹേശ്വരമ്മ ആരെ പറ്റി പറയണേ? അയ്യോ, ഞാൻ ഇന്നത്തെ കാലത്തെ പെമ്പിള്ളാരെ പറ്റി പറഞ്ഞു പോയതാന്നേ. പിന്നെ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? അമ്മയെ കൊണ്ടുവരാൻ ഞാൻ എന്താ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. നല്ല പനിയും ചുമയും പുറം വേദനയും. നിന്നെ കാണുന്നു പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ വന്നാ. മോളെ പ്രശാന്തം വന്നില്ലേ? ഇപ്പൊ എത്തും, വരാറായിട്ടുണ്ട്. എടി വിദ്യേ, ചെല്ല്. ഞാൻ വന്നതിന്റെ പേരിൽ അവര് മുഷിയണ്ട. എന്താ അമ്മ വിളിച്ചത്? എന്താടേ ഇത്ര പറയാനുള്ളത്? ഇവിടുത്തെ കുറ്റങ്ങളായിരിക്കും. അയ്യോ, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കായിരുന്നു അച്ഛനോട്. കള്ളയെഴുത്തയച്ച് അച്ഛനെ വരുത്തിയിട്ടുള്ള ഈ കുറ്റം പറച്ചിലുണ്ടല്ലോ, അത്ര നല്ലതിനല്ല. പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ആ പാത്രമല്ല ഇങ്ങോട്ട് തേച്ച് കഴിച്ച് എടുത്തോണ്ട് പോവാ. കാലത്ത് വാരി ഇട്ടിരിക്കുന്നതാ വീട്ടിലെ വിശേഷങ്ങൾ. അയ്യ, കൊറേ വിശേഷമുള്ള വീട്. അച്ഛനെപ്പോ വന്നു? കുറച്ചു നേരമായി. നിങ്ങളങ്ങോട്ട് വരാന്ന് പറഞ്ഞ് കണ്ടില്ല. ഇരിക്കൂ. കഴിഞ്ഞ ഞായറാഴ്ച അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അന്നൊരു കല്യാണത്തിന് പോകേണ്ടി വന്നു. ഉപേക്ഷ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് നേരം കിട്ടില്ല. അയ്യോ, അതുകൊണ്ടല്ല. വിദ്യയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അവളെ എന്റെ കൂടെ ഒന്ന് അയക്കണം. 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടാക്കാം. ആയിക്കോട്ടെ, ഞാൻ അമ്മയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അമ്മേ, വിദ്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ അച്ഛൻ. അവിടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലത്രേ. അതിന് എന്നോട് തന്നെ ചോദിക്കുന്നത്? നിന്റെ കെട്ടിയാളല്ലേ? വിടുകയോ വിടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യേ. ആ, അമ്മയ്ക്ക് എന്താ ഒരു പരിഭവം പോലെ?
ഓ എനിക്കെന്തോന്ന് പരിഭവമാ. ഓ അമ്മയെ അനുസരിക്കുന്ന എന്തൊരു മക്കളാണെന്നറിയാവോ. പറയാത്ത കുറ്റമേ ഉള്ളൂ. അമ്മേ അമ്മ ഞാൻ അച്ഛന്റെ കൂടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് എഴുന്നള്ളുന്നത്? ആരും അവിടെ ചാവാൻ കിടക്കുന്നില്ലല്ലോ. അച്ഛാ എനിക്കെല്ലാം മനസ്സിലായി മോളെ. അമ്മ അങ്ങനെയൊക്കെ വെറുതെ പറയുന്നേ ഉള്ളൂ. എനിക്കിവിടെ സുഖാണ് അച്ഛാ. എനിക്കിത്രയും വയസ്സായില്ലേ, ഒന്നും മനസ്സിലാവില്ലല്ലോ. ഞാൻ പോവാ മോളെ. ഒരു കാപ്പി പോലും കുടിക്കാതെ? വേണ്ട, വരുന്ന വഴിക്ക് കുടിച്ചിട്ടാ വന്നത്. എനിക്ക് തൃപ്തിയായി. സൗകര്യപ്പെട്ട രണ്ടുപേരും കൂടി ഒന്നവിടെ വന്നാ നന്നായിരുന്നു.